ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വണ്ടിയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഇത് നമ്മൾ പണ്ട് റിവ്യൂ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. അതിൻ്റെ വീഡിയോ വേണേൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഡിയോയുടെ ബാക്കിൽ അലോയി ഇച്ചിരി ചെറുതാണ്. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് ntorqൻ്റെ ഇടാൻ പോകും. ntorqൻ്റെ കുറച്ചുകൂടെ ഹൈറ്റുള്ള സാധനമാണ്. അപ്പം സൂട്ടാവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, ഒരു പരീക്ഷണം നടത്താൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ഈ ബോൾട്ടാണ് നമ്മുടെ ടയറിനുള്ളത്, അത് അഴിച്ചിട്ടുണ്ട്. കുറച്ച് ടൈറ്റായിരുന്നു കേട്ടോ, ഞാൻ കയറി ചവിട്ടിയൊക്കെയാണ് ഊരി സീനാണ്. ഗായ്സ്, അപ്പം വാഷർ നമ്മൾ ബോൾട്ട് ഊരിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു വാഷറുണ്ട്, അതും കൂടി ഊരിയെടുക്കാം. അപ്പം അതും കൂടി ഊരിയെടുത്തിട്ട് നമുക്ക് ഈ വെളിയിലേക്ക് വലിച്ച് ഊരിയെടുക്കാം. ഓക്കെ, അപ്പോൾ ടയർ ഏതാണ്ട് ഊരിയെടുത്തു. അതുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ ടയറില്ലാതിരിക്കുന്നു. അപ്പോൾ നമ്മളിനി ഇവൻ്റെ ടയർ അഴിച്ച് അതിനോട്ടിടാൻ പോവാണ്. അപ്പോൾ ഇനി നമുക്ക് അതഴിക്കാം. അപ്പോൾ നമ്മുടെ ntorqൽ നമ്മൾ എന്താ സ്പാൻഡർ ഇട്ടുമ്പോൾ ബോക്സ് ഇട്ട് നമ്മൾ അഴിക്കാൻ പോവാണ്. ഇവിടെ ബ്രേക്കൊന്ന് പിടിച്ചടാ. ഓക്കെ, കാണാൻ കുറച്ച് ബുദ്ധിമുട്ട്. ടയർ ലൂസായിരുന്നടാ, ആണ്ട് ഊരി വരുന്നു. ഓ നീ തൊലയാഞ്ഞ കാര്യമായി വിഷയം. ഗായ്സ്, നീ ഇത് എവിടെയും സർവീസ് വല്ലതും ചെയ്തായിരുന്നു? അത് എന്നെ ലൂസായതായിരിക്കും. ആണ്ടേ ചുമ്മാ കൈ വെച്ച് തൊട്ടപ്പോൾ ഊരിങ്ങി വരുമോ? ആണ്ടേ ചീത്ത വിളിക്കാതെ, വീഡിയോക്കകത്ത് വരും, സീനാണല്ലോ. നമ്മളങ്ങനെ ആ ബോൾട്ട് ഊരിയിട്ടുണ്ട്. ബോൾട്ട് കളയിൽ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ബോൾട്ടും വാഷറുണ്ട് കേട്ടോ, ഇതിനുണ്ട്. വാഷർ ഇങ്ങ് വരാം. തുരുമ്പോ നോക്കിനകത്തെ. വാഷർ ഇട്ടിട്ടുണ്ട്. ഇവിടെ ടയർ അഴിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇതുകൊണ്ട് ബാക്ക് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്, കാണിച്ച് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇവനെ നമുക്ക് അതിൽ കൊണ്ട് നോക്കാം സൂട്ടാവും. ഗായ്സ്, അപ്പം നമ്മുടെ പരിപാടി തേഞ്ഞു. ഈ സാധനം അതേ കിടക്കത്തില്ല. ടയർ ഫ്രണ്ടിൽ വന്ന് തട്ടുവാണ്. ഞാൻ ആവുന്ന പണി 86 നോക്കി, കയറ്റാൻ തന്നെ ഭയങ്കര പാടാണ്. ഇത് ടയർ ഈ ഒരു വെടുത്ത് നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. നമ്മുടെ സൈലൻസറിൻ്റെ ഹബിൻ്റെ ഇടയ്ക്ക് ടയർ തട്ടുക. അപ്പോൾ നമ്മൾ എന്തായാലും അഴിച്ചു നമുക്ക് ഡിയോടെ സാധനം ntorqലിട്ട് പോകാം. ഇന്ന് ആർക്കാണ് വെറൈറ്റി ഇഷ്ടമല്ലാത്തത്? അപ്പോൾ നമ്മൾ ntorqലേക്ക് പോവാം. എടുത്തേടാ. അപ്പോൾ ntorqൽ സിമ്പിളായിട്ട് കയറും കേട്ടോ. സാധനം അങ്ങ് കയറിപ്പോയി. പിടിച്ചേടാ. ത്രെഡ് ഓ എവിടാ നീ കാണത്തില്ല. ത്രെഡ് ചെറുതാടാ വലുതാടാ? ചെറുതാ വലുതാണ്ട. തട്ടു രണ്ടും പറ്റത്തില്ല ഗൈസ്. അയ്യോ ചേർത്തല്ല. നോ വേ മാൻ. ഗൈസ്, ഇത് കണ്ടോ ഗൈസ്? ഞാൻ ntorqൽ ഇട്ടു, ഐറ്റം ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് കയറത്തില്ല. അതെന്തോ എവിടോ ഒരു പണി പാളിയ പോലെ. പക്ഷേ സംഭവം കൊള്ളാം. ദൂരെ നോക്കുമ്പോൾ അറിയത്ത് പോലും ഇല്ല. പക്ഷേ സാധനം കിടപ്പുണ്ട് അതിനകത്ത്. പക്ഷേ ബോൾട്ട് ഇടാനുള്ള ത്രെഡൊന്നും വെളിയിലോട്ട് വന്നിട്ടില്ല, അത് പകുതിയേ കയറിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും അഴിച്ച പോലെ തിരിച്ചിടാൻ പോവാം. ഒരെണ്ണം തോണ്ടിരിക്കുന്നു, ഒരെണ്ണം താട്ടിരിക്കുന്നു. അപ്പോൾ വീണ്ടും തിരിച്ച് റിപ്പീറ്റ്. ടയർ നമ്മളപ്പോൾ തിരിച്ചിടാം. നമ്മുടെ പണി പാളിയിട്ടുണ്ട്, ഒന്നും നോക്കുന്നില്ല. തിരിച്ചതേപോലെ ഇറങ്ങി കയറ്റാണ്. ഇത് ചെയ്യാനാണ് ഇവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ആരും വിചാരിക്കേണ്ട എനിക്ക് ഭ്രാന്താണ്. ഇങ്ങനെയൊക്കെ ഞാൻ ഓരോന്നൊക്കെ ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ ആവുന്നത്.
ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടേ വണ്ടി വിചാരിക്കും. അതിനപ്പോൾ നമ്മൾ തിരിച്ചിടുവാണ്. കഴിച്ചാൽ സൂര്യൻ തരും. ബ്രേക്ക് പിടിച്ചു. ബ്രേക്ക് മുറിക്കാനല്ലേ പിടിക്കാൻ പറ്റത്തുള്ളൂ. ബ്രേക്ക് മുറുക്കാൻ അഴിച്ചില്ലല്ലോ. ആര് പറഞ്ഞു? ഗൈസ്, അപ്പം ntorq ടയർ ഇട്ടു. ഇനി നമ്മൾ രണ്ടാണ്ട് ഒരു സാധനം കിടക്കുന്നത് ഇതിനകത്ത് ടയറിടാൻ പോകും. ഗൈസ്, അപ്പം നമ്മുടെ ഡി ചെറുക്കൻ്റെ ടയർ കയറ്റിയിട്ട് ഇനി ബോൾട്ട് മുറുക്കണം. അതുപോലെ ബ്രേക്ക് അവിടെ അഴിച്ചു വിട്ടേക്കോ, അതിന് ടൈറ്റ് ചെയ്യണം. അതാണ് അടുത്ത പരിപാടി. എൻ്റെ ബ്രേക്ക് അഴിച്ചിട്ടേക്കുന്നു. ഇനി ടയർ മുറുക്കണം. ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിയോയുടെ ബാക്കിൽ അലോയ് കൂട്ടാൻ പറ്റത്തില്ല. ഹൈറ്റ് കൂട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ ഇതാണ് ചേസിൻ്റെ അവിടെ നമ്മൾ വ്യത്യാസം വരുത്തണം. അതൊക്കെ വലിയ പണിയാണ്. അതൊക്കെ കട്ട് ചെയ്ത് നാശമാക്കുന്നതിനെക്കാട്ടി നല്ലത് ഉള്ളതും കൊണ്ട് ഓണം പോലെ. ഇപ്പം നമ്മുടെ 90 110 ആണ്. 90 100 10 നമ്മുടെ 90 110 നമ്മുടെ ബാക്ക് ടയർ സൈസ്. നമ്മൾ 120 70 10 ഇട്ടേക്കുന്നത്. അപ്പം 120 വരെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ഓക്കെ, നമ്മൾ ഫ്രണ്ടിൽ ഇട്ടേക്കുന്നത് 90 12 അത് ഇച്ചിരി ഹൈറ്റുള്ള ടയർ. ആ സെയിം സൈസ് നമ്മൾ ബാക്കി ഇടാൻ പറ്റുമോ നോക്കിയിട്ടാണ് തേഞ്ഞു പോയത്. അപ്പം അവൻ അതുകൊണ്ട് പോയിട്ടുണ്ട്, ntorq കൊണ്ട് പോയി. അപ്പം നമ്മൾ എന്താണ് അങ്ങനെ പണി പാളി നിൽക്കുകയാണ്. അടിപൊളി. അപ്പം അടുത്തൊരു വീഡിയോ കണ്ട് അപ്പം നമുക്ക് ഈ വീഡിയോ കൊണ്ട് നമുക്ക് ഇന്ന് ഉദ്ദേശിക്കുന്നത്, ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് കിട്ടുന്ന പാഠം എന്ന് വെച്ചാൽ കമ്പനിക്കാരെന്തെങ്കിലുമൊക്കെ അറിഞ്ഞായിരിക്കും നമുക്ക് ചെയ്യുന്നത്. നമ്മളതിനകത്ത് ചെയ്യുമ്പം ഒരു ലിമിറ്റ് വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇതേ അവസ്ഥയായിപ്പോവും. ഓക്കെ, അപ്പം നമ്മൾ വേറെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ തിരിച്ചതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദയവായിട്ട് ഇങ്ങനത്തെ പരിപാടി ആരും അനുകരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് ആവശ്യമില്ലാത്ത പരിപാടിയാണ്. പിന്നെ കുറേ നാളായി വീഡിയോ എടുത്തിട്ട്, അതുകൊണ്ട് ഞാനിന്ന് ഇട്ടതാണ്. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.